ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയെ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് രാവിലെ അച്ചാറിടാനുള്ള ബീഫ് വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം ആയതുകൊണ്ട് അവർക്ക് നമ്മളെ അറിയാം, നമ്മൾ രാവിലെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അത്രയും മാറ്റി വെക്കും. അപ്പം ഞാനും റേച്ചാനൂടെ പോയി. ഞാൻ കൂടെ പോകുന്നതിന് കാരണം അവർ ഈ കട്ട് ചെയ്യുന്നത് എത്ര അവരോട് പറഞ്ഞാലും ഞാനിവിടെ കൂടെ പോയാലേ എത്രയും ചെറിയ പീസാക്കണമെന്ന്. നേരത്തെ ഞങ്ങളുടെ അങ്ങനെ പീസാക്കത്തില്ലായിരുന്നു, ഇങ്ങനെ സ്ലൈസ് ആക്കി പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ദിവസം പീസാക്കി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും സമയം ഇച്ചിരി ലാഭമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇതാണ് ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. നമ്മൾ ഒട്ടും ഫാറ്റ് ഇല്ലാത്തതാണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ എപ്പോൾ ചെന്നാലും നമ്മൾ അച്ചാറിന് ബീഫ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 2 കിലോ ബീഫ് വീട്ടിലത്തേക്കിനും നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം അവിടെ 3 പേരുണ്ട് അവിടെ എടുത്തു കൊടുക്കാൻ. എപ്പോൾ ചെന്നാലും നല്ല റഷാന്ന് വെച്ചാൽ നല്ല റഷാണ് ആൾക്കാർ. കൂടുതലും ആൾക്കാർ വന്ന് എല്ലോട് കൂടിയതാണ് ചോദിക്കുന്നത്. എല്ലും ഫാറ്റും അവർക്ക് വേണം. നമ്മളത് വേണ്ടാന്ന് പറയും, പക്ഷേ അവിടെ വരുന്നവരൊക്കെ ചോദിച്ചാണ് വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് പിന്നെ ഉച്ചക്കത്തെ പരിപാടി. ബീഫ് ഞാൻ അന്ന് അച്ചാർ ഇടുന്നില്ലെന്ന് ചിന്തിച്ചു. ഞാനത് കൊണ്ടുവന്ന് ഉടനെ അങ്ങ് ഫ്രിഡ്ജ് വെച്ച് നാളെ എങ്ങാനും ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് പെട്ടെന്ന് ഞാനൊരു സമയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എന്തോന്നില്ല അതങ്ങോട്ട് എടുത്ത് വെച്ച് സാമ്പാർ പെട്ടെന്ന് വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിൽ തന്നെ കായവും കണ്ടിച്ചിട്ട് ഒരു കഷ്ണം പുളിയിട്ട് പിന്നെ ഇത്തിരി പൊടി എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ ഇതിൽ തന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് അതൊരു 2-3 വിസിൽ അടിച്ചെടുക്കും. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പിന്നെ കഷ്ണങ്ങൾ ഞാൻ മൊത്തം ഇടുന്നതിൻ്റെ ഉദ്ദേശം അത്രയും അത് വെന്തിച്ചിരി ഒന്ന് ഞാൻ വിസിൽ കൂടുതൽ അടിച്ച് അതൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ അതൊന്നും അവരുടെ വയറ്റിൽ ചെന്നോട്ടെന്നുള്ള രീതിയിൽ ഞാൻ ഉള്ള കഷ്ണങ്ങളെല്ലാം ചെയ്യും. ചിലപ്പം ഇഡലിയോ സാമ്പാറോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മത്തങ്ങ അങ്ങനെ ചെറിയ കുറച്ച് സാധനങ്ങളിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ചോറിനായതുകൊണ്ട് ഞാനങ്ങ് എല്ലാ കഷ്ണങ്ങളും ഇട്ട് വേവിച്ചെന്നേ ഉള്ളൂ. ഒരു 3 വിസിലടിച്ച് അതൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ പൊട്ടറ്റോ ഞാൻ ഇച്ചിരി വലിയ പീസായിട്ടായിട്ട് അതെടുത്ത് പോൾമോൻ തിന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാനൊരു ഇച്ചിരി ഓയിൽ മണ്ടയിൽ ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കാൻ വെച്ചത് കേട്ടോ. ചിലപ്പം അങ്ങനെ ഈ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ട് അങ്ങനെ തെറിച്ച് പോകത്തില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ. പിന്നെ ഉപ്പൊക്കെ ഇപ്പോൾ ഇട്ട് എല്ലാം ചെയ്തിട്ട് ഇനി ഇത്തിരി ഇതിന് കടുക് വറുത്താൽ മതി. സാമ്പാറാകുമ്പം പിന്നെ പിറ്റേ ദിവസത്തേക്കിന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കറിയാവും. അന്ന് ഞാൻ പിന്നെ ഇഡലിയോ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി കടുകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ. പിന്നീട് കുറച്ച് മത്തി വെട്ടിയതിരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വറക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ വെട്ടി മസാല പുരട്ടി വെച്ചതാണ്. അപ്പോൾ അതെടുത്ത് വറുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ആ മീനൂടെ വറുത്താൽ പിന്നെ സാമ്പാറും മീൻ വറുത്തതും ഉണ്ട്. പിന്നെ ഇച്ചിരി തോരനൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചിന്തിച്ച് ഇപ്പം പെട്ടെന്ന് ജോലികൾ തീർന്നുകൊണ്ട് പിന്നെ ഇന്നങ്ങ് അച്ചാറിട്ടേക്കാമെന്ന് ചിന്തിച്ച്. അപ്പോൾ ഞാൻ അത് എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വിനാഗിരിയും ഉപ്പുമൊക്കെ ഇട്ട് ഒന്ന് കഴുകാനായിട്ടിട്ട്. അപ്പം ഇന്നലത്തെ ചോറ് ഉച്ചയ്ക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നിപ്പം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പുതിയ ചോറ് വേവിക്കാനായിട്ട് വെച്ചു. അപ്പം ഞാൻ കുറേശ്ശെ ബീഫ് ഇട്ടിങ്ങനെ വറുത്തെടുക്കുക. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇന്നലെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. നമുക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ നമ്മൾ ഇന്ന് അച്ചാറിടണോ, അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ പച്ചമുളക് ഞാൻ ഇപ്പോഴല്ല അരിഞ്ഞെടുത്തത്, ബാക്കിയെല്ലാം ഞാൻ ഇന്നലെയെല്ലാം ചെയ്തെടുത്തു. ബീഫ് ഞാൻ കഴുകിയിട്ട് കുറച്ച് നേരം മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നേ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പം അവിടെ വന്ന് ഫാറ്റ് ചോദിക്കുന്ന കുറച്ചുകൂടെ നെയ്യൊക്കെ ചോദിക്കുന്നവർക്കും അന്ന് കിട്ടി അവിടെ കിടന്ന ബീഫ് ഒട്ടും ഫാറ്റില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിൽ എന്നത്തേനേക്കാൾ നല്ല ഫ്രഷ് നല്ല ഫാറ്റില്ലാതെ ഞങ്ങൾക്ക് കിട്ടിയത് പ്രാവശ്യത്തെയാണ്. നമ്മൾ ഫാറ്റില്ലാതെ വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് കുറേശ്ശെയൊക്കെ മാറ്റേണ്ടി വരുമായിരുന്നു, കുറച്ചൊക്കെ ഫാറ്റ് കാണുമായിരുന്നു. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ എല്ലാവർക്കും ബോറാവും. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് കാണിക്കുക.
ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ അച്ചാർ ബിസിനസ് നടത്തുന്നത് കൊണ്ട് പുതിയതായിട്ടുള്ളവർക്ക് അറിയാൻ വയ്യെങ്കിൽ അങ്ങനെയുള്ളവർ കാണും, അവർക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ റിപ്പീറ്റ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് അതൊന്നുകൂടെ ഒന്ന് സെറ്റായി. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് ഇളക്കി വെക്കും. അപ്പോൾ ഇതെല്ലാം എണ്ണ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് അതെല്ലാം അവിടത്തങ്ങ് യോജിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതിപ്പം ആദ്യം ചോദിച്ചവർക്കങ്ങ് കൊടുക്കും, ഇനിയും വേണ്ടിയൊരു ഓർഡർ തരുമ്പോൾ ഞാൻ അതനുസരിച്ച് ഇടുന്നതായിരിക്കുമേ. അപ്പോൾ ഇതെല്ലാം ഇന്നിപ്പം ഞാൻ ബോട്ടിലാക്കത്തില്ല. ഇന്നൊരു ദിവസം കൂടെ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതൊന്ന് നന്നായി യോജിക്കണമല്ലേ. അതിന് ശേഷമേ നാളെ ഞാൻ ബോട്ടിലുകളിലാക്കത്തുള്ളൂ. കാരണം നമ്മളൊരു ദിവസം വെച്ചിരുന്നാലേ അതിലെല്ലാത്തിലും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ വൈകിട്ട് റേച്ചാൻ കുറച്ച് ഗ്രേപ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വിനാഗിരി ഉപ്പും ഇട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇട്ടിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം കഴുകി എടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ച് പിന്നെ പഴവും അതിൻ്റെ കൂടെ കൊണ്ടുവന്നായിരുന്നു. ഈ നമ്മുടെ നാട്ടിലുള്ള പഴമുണ്ട്, അല്ലാത്ത പഴമുണ്ട്. മുന്തിരിങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വാന്നതിന് ശേഷം അതിലോട്ടെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ കാരണം മുന്തിരിങ്ങയുടെ മുകളിൽ ഈ വെയിറ്റുള്ള പഴം എടുത്ത് വെച്ചാൽ അതങ്ങ് ചളുങ്ങിപ്പോത്തില്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് പഴം എടുത്തങ്ങ് വേറെ സൈഡിൽ മാറ്റി. ഇപ്പം കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഉറക്കെ പറ. ഞാനിപ്പം താര കഴിച്ചിട്ട് വന്നു. ക്ഷീണിച്ചിരിക്കുവാന്നോ? ബാക്കി നോന്നെന്നും പറഞ്ഞ് വന്നിരിക്കുക. പിന്നെ താഴെ എന്താ അവന് അങ്ങോട്ടങ്ങ് ചാഞ്ഞിരുന്നത് നേരെ ഇരിക്കാൻ പറഞ്ഞിട്ട്? ക്ഷീണിച്ചു. പിന്നെ താഴെ എന്തുവരും സംഭവം? ഒന്നുമില്ല. വഞ്ച് എന്നെ അടിച്ചെന്ന് ഞാൻ ചിന്തിച്ചു. വഞ്ചല്ലായിരുന്നു അടിച്ചത്. ആ പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ വേദ് ഫസ്റ്റ് ആയി, പിന്നെ പോയി വിരാജ് എന്നൊന്നും പറഞ്ഞില്ലേ? നീയ വന്നില്ല. ഇങ്ങോട്ട് നോക്കി പറ, അങ്ങനെ വായി വരലിടാ. വന്നില്ല. പിന്നെ ഇത്രയും പേരെ ഉള്ളായിരുന്നു. പിന്നെ എക്സാം എന്നാ നിനക്ക്? എന്നാ തുടങ്ങുന്ന എക്സാം? ഏപ്രിൽ 5th. പഠിച്ചോ? പഠിക്കാൻ പറയുമ്പോൾ പ്രൈസിന് ഭയങ്കര കരച്ചില്ല കേട്ടോ. എല്ലാവരും കേട്ടോണം കേട്ടോ. ഇങ്ങോട്ട് നോക്കടാ. ഇന്ന് രാവിലെ എത്ര മണിക്ക് എണീറ്റിയാ? രാവിലെ എണീറ്റ് സൺഡേ സ്കൂൾ ഓൺലൈൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രേയറിന് പോയി. ഇന്നൊട്ടും ഇടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇവിടെ വീട്ടിലുള്ളപ്പോൾ ഒന്ന് പിടിച്ച് കിടത്തുമായിരുന്നു. കാരണം എനിക്കിവിടെ കിടക്കണമെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ല. പക്ഷേ ഇങ്ങനെ കിടക്കണമെങ്കിൽ അവൻ തന്നെ ഹോളി ഇരുത്തിയാക്കത്തില്ല. അപ്പം തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പോയിട്ടിന്ന് പിന്നെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. ഇതുവരെ ആളൊന്ന് റെസ്റ്റ് എടുത്തിട്ടില്ല. ഇന്നിനിയും പെട്ടെന്ന് ഉറങ്ങി. ഇനി കുളിക്കണം, അതാ മെയിൻ. അപ്പം വെള്ളം ചൂടാക്കാൻ വെക്കട്ടോ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഇന്ന് പ്രെയർ കഴിഞ്ഞിട്ട് ക്യാ കായ? ബിരിയാണി. അവിടെ ഒരു വീട് അവർ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്തൊക്കെയാ. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം പ്രെയർ കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ വന്ന് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. ഇനി എന്തുകൊണ്ടടാ പറയാൻ? കുഞ്ഞ് പിന്നെ അസുഖമായിട്ടൊക്കെ വന്നായിരുന്നോ? ഒന്ന് പറഞ്ഞായിരുന്നോ? എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞായിരുന്നോ? കുഞ്ഞിന് വയ്യ എല്ലാവരും പറഞ്ഞായിരുന്നു, യോ മോന് വേണ്ടി പ്രാർത്ഥിക്കാന്നൊക്കെ. താങ്ക്സ് പറഞ്ഞായിരുന്നോ കുഞ്ഞ്? ഇല്ലെന്ന് തോന്നല്ലേ. ഇപ്പം താങ്ക്സ് പറയുന്ന എന്തിന്? എന്തിനാടാ? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. ഈ വിരലിടാതെ. ഓക്കെ. അപ്പോൾ പ്രൈസമ്മോൻ്റെ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത്
ഇന്നത്തെ വീഡിയോ അതായത് ഞായറാഴ്ചത്തെ വീഡിയോയാണ്. അപ്പോൾ ഞാനിവിടെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നാളെ താഴെ പോയിട്ട് താഴേന്ന് കയറി വന്നയാ. കുറേ നാളായി വയ്യാതൊക്കെ ഇരുന്നിട്ട് അങ്ങനെ താഴെ വിട്ടിട്ടില്ല. അപ്പം കൂട്ടുകാർ വന്ന് വിളിച്ചുണ്ടേ ഞങ്ങൾ പറഞ്ഞത് പോയിട്ട് ആൾ 6:30 ആയിട്ട് പോയത്. ആളുടെ ഒരു പത്തായും പിന്നില്ല. പിന്നെ ഇപ്പോൾ റീച്ചാൻ പോയി 9 മണിയാകാറായി. റീച്ചാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് വന്നോണ്ടേ ഓടി വന്നോണ്ടേ ഇച്ചിരി നേരം അവൻ്റേത് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. Bye bye.